ബ്രിഡ്ജ് വേ ഗ്രൂപ്പ് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷേ മാരുതി ഡീലറായ ഇൻഡസ് മോട്ടോഴ്സ്, കൊച്ചിയിലെ സെൻട്രൽ സ്ക്വയർ മാൾ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഈ കമ്പനികളുടെ മാതൃ കമ്പനിയാണ് ബ്രിഡ്ജ് വേ ഗ്രൂപ്പ്. പ്രമുഖ പ്രവാസി സംരംഭകനും രാജ്യസഭാ MP-യുമായ പി. അബ്ദുൾ വഹാബ് അരനൂറ്റാണ്ട് മുൻപ് ആരംഭിച്ചതാണ് ബ്രിഡ്ജ് വേ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മോടൊപ്പമുള്ളത് ബ്രിഡ്ജ് വേ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജാബർ അബ്ദുൾ വഹാബാണ്. അദ്ദേഹത്തോട് നമുക്ക് ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാം. സ്വാഗതം സർ. താങ്ക് യു വെരി മച്ച്. അരനൂറ്റാണ്ട് മുമ്പ് ഗൾഫിൽ ആരംഭിച്ചതാണ് ബ്രിഡ്ജ് വേ ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? നിങ്ങൾ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും അരനൂറ്റാണ്ടാണ്. ഈ പർട്ടിക്കുലർ 50 years ഓഫ് സെലിബ്രേഷൻ ചെയ്യുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ 50 years സെലിബ്രേറ്റ് ചെയ്യുമ്പം ആ ഇമോഷൻസ് ഓഫ് 50 years ഞാൻ എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ 50 years സെലിബ്രേറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പം അതിൽ വലിയൊരു ഇമോഷൻ ഞാൻ കണ്ടില്ല. എന്നാലും നമ്മൾ അത് ഏറ്റെടുത്തിട്ട് നമ്മൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 1 നമ്മൾ ആ ഒരു 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ആ സെലിബ്രേഷൻ തുടങ്ങിയപ്പം ഫാദർ ഇതിൽ വന്ന് പരിപാടിയിലേക്ക് അറ്റൻഡ് ചെയ്തപ്പം എവിടെ വന്ന് ഇറങ്ങി, ഫാദറിൻ്റെ ഫസ്റ്റ് ജേർണി, ഷിപ്പിൽ വന്ന് ഇറങ്ങിയ സ്ഥലവും അവിടുന്ന് എങ്ങനെയാണ് അബുദാബിയിലേക്ക് ദുബായിൽ വന്ന് ഇറങ്ങിയത്, ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന ആ ഒരു യാത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ വാപ്പാൻ്റെ ഇമോഷൻസ് നമുക്ക് ചെറുതായി നമുക്കിങ്ങനെ നമുക്കൊന്ന് എടുക്കാൻ പറ്റി വാപ്പാൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി വെരി വെരി ഇമോഷണൽ മൊമെൻറ്റ് ഫോർ അസ്. ഇനി ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സഡൻ എക്സ്പാൻഷനും സഡൻ ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ 90s and 2000s നമ്മൾ എടുത്ത ഒരു സ്റ്റെപ്പ് ഹൈ ഡൈവേഴ്സിഫിക്കേഷനും ഹൈ എക്സ്പാൻഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ലോട്ട് ഓഫ് സ്റ്റെബിലൈസേഷൻ അത് കഴിഞ്ഞു. അപ്പം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മളെ സെക്കൻഡ് ജനറേഷനിൽ ഏകദേശം 8 സെക്കൻഡ് ജനറേഷൻ മെമ്പേഴ്സ് ഇൻവോൾവ് ആണ് ബിസിനസ്സിൽ. അപ്പോൾ അതിൽ നോക്കുമ്പം ഓരോരുത്തർക്കും ഇഷ്ടംപോലെ നോക്കാനും ഇഷ്ടംപോലെ ഗ്രോ ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താ പറയുക കമ്പനീനെ വളർത്താനും അതിൽ നമ്മുടെ ഫാമിലീനെ വളർത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് ആ ഒരു സെക്കൻഡ് ഇമോഷൻ വരുന്നത്. ആ ഒരു 50 years ആസ് എ സെക്കൻഡ് ജനറേഷൻ വി ആർ ബ്ലെസ്ഡ്. അത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മുന്നിലുണ്ടെന്നുള്ളതാണ്. ഗൾഫിൽ വളരെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പം വിവിധ മേഖലകളിലേക്ക് നമ്മൾ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെ മേഖലകളിലാണ് നമ്മളുള്ളത്? നമ്മൾ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിലുണ്ട്, പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട്, എഡ്യൂക്കേഷനിലുണ്ട്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്സിലുണ്ട്, പിന്നെ നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മെഡ്ടെക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രിയിൽ നമ്മളുണ്ട്. ഇങ്ങനെ ഒരു 5-6 ഇൻഡസ്ട്രീസിൽ നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഇൻഡസ്ട്രീസിലും നമുക്ക് 1, 2, 3 കമ്പനീസ് ബെയർ മിനിമം ഉണ്ടാവും. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ എന്താ സ്ഥലത്തിൻ്റെ റിക്വയർമെൻ്റ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് റിക്വയർമെൻ്റ് ആവാം. സോ ഇറ്റ് കുഡ് ബി 2-3 കമ്പനീസ് അറ്റ്ലീസ്റ്റ് ഇൻ വൺ ഇൻഡസ്ട്രി. നിങ്ങൾ ഗൾഫ് കൺട്രീസിലും കേരളത്തിലും മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുണ്ടോ? നമ്മൾ സൗത്ത് ഇന്ത്യയിലുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈയിൽ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ ആഫ്രിക്കയിലുണ്ട്, പിന്നെ GCCയിലുണ്ട്. നമ്മുടെ ഫാമിലി ബിസിനസ്സിലാണെന്ന് പറഞ്ഞു. എന്താണ് ഫാമിലി? ഇപ്പം 8 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പേർക്ക് എങ്ങനെയാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് നൽകുക? അതെങ്ങനെയാണ് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകുന്നത്? ആ ഫാമിലി സ്ട്രക്ചർ ഒന്ന് പറയാമോ? നിങ്ങൾ ഡെലിഗേഷൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ പറയാണ്, അത് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഒരു DNA ആണ് ഡെലിഗേഷൻ എന്നുള്ളത്. നമ്മൾ ഈ ഡെലിഗേഷൻ തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം ഫാദർ തന്നെ ഏകദേശം 90s ഡൈവേഴ്സിഫിക്കേഷനും എക്സ്പാൻഷനിലേക്ക് പോയപ്പോൾ തന്നെ ഹൈലി ഡെലിഗേറ്റഡ് ആയിരുന്നു. നമ്മളൊക്കെ ബിസിനസ്സിൽ വരുന്നത് 2004 ശേഷമാണ്. സെക്കൻഡ് ജനറേഷനിൽ ഫസ്റ്റ് മെമ്പറാണ് ഞാൻ. അത് 2004 മുന്നേ തന്നെ 90s തന്നെ ഹൈലി ഡെലിഗേറ്റഡ് കമ്പനീസ് ആയിരുന്നു നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് കമ്പനീസിനെ എങ്ങനെ നമുക്ക് ഡെലിഗേറ്റഡ് ആയിക്കൊണ്ട് തന്നെ ഹൗ ഡു വി എംപവർ ദം വിത്തിൻ ദി ഗ്രൂപ്പ് സ്ട്രക്ചർ എന്നുള്ളതാണ്
നമുക്ക് വരും. കാരണം ഓരോരുത്തർ ഓരോ ഡയറക്ഷനിലേക്ക് പോവാതെ അവരുടെ കമ്പനി ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ട് പോകേണ്ടി വരും. അത് കൂടാതെ അതിനെങ്ങനെ ഗ്രൂപ്പ് ഇതിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത്, വിഷനിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സ് വരുമ്പോഴും സെക്കൻഡ് ജനറേഷൻ മെമ്പേഴ്സ് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടും ഓരോ കമ്പനീസ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടും അതിൻ്റെ പുറമെ ഓരോ സെക്കൻഡ് ജനറേഷൻ മെമ്പർ അവർക്ക് നമ്മളുടെ ഗ്രൂപ്പിലേക്കുള്ള റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡുവൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഡെലിഗേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എംപവർമെൻ്റ് എന്ന് പറഞ്ഞല്ലോ. ഓരോ CEOs ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ മെമ്പേഴ്സ് ആവട്ടെ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്ക് ആ ഡേ ടു ഡേ കാര്യങ്ങൾ അത് അവരുതാണ്. അത് ഗ്രൂപ്പ് എന്ന രീതിയിൽ നമ്മളത് എന്താ പറയുക ഡേ ടു ഡേ മോണിറ്റർ ചെയ്യാതെ നിൽക്കാറില്ല. അവർക്ക് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഫുൾ എന്താ പറയുക ഇതും കൊടുത്തിട്ടുണ്ട്, പവറും കൊടുത്തിട്ടുണ്ട് ടു ഡു ഓൾ ദ ആക്ഷൻസ്. ദേ കം ബാക്ക് ടു അസ് വൺസ് ഇൻ എ മന്ത് ആൻഡ് വൺസ് ഇൻ എ ക്വാർട്ടർ. അതാണ് അവരുടെ ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓൺ എ ഡേ ടു ഡേ ബേസിസ് ദേ ക്യാൻ ഡു ഓൺ ദെയർ സ്റ്റൈൽ ഓഫ് ഡൂയിങ് ഇറ്റ്. അതിനുള്ള ഗ്രൂപ്പിൻ്റെ ഒരു വിഷനും ഗോൾസും അലൈൻഡ് ആണെങ്കിൽ, എത്തിക്സ് ആൻഡ് മോറൽസ് അലൈൻഡ് ആണെങ്കിൽ നോട്ട് അറ്റ് ഓൾ ഇഷ്യൂ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഉണ്ടാവും. അപ്പം അതിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണ് കൊച്ചിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് തിങ്കിങ്ങും പ്രോസസ്സും ഉണ്ടാവും. അപ്പോൾ വി ലീവ് ഇറ്റ് ടു ദ പീപ്പിൾ ഹു ആർ റണ്ണിങ് ദി ഓർഗനൈസേഷൻ ടു ഡു ഇറ്റ്. അങ്ങനെ ആയിരുന്നു അത് ആദ്യം മുതലേ, ഇന്നും അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് എന്താ പറയുക ഇത്രയും ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരാൾക്ക് ഇതെല്ലാം കൂടിയിട്ട് തലയിലിട്ടിട്ട് നടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കേരളത്തിലെ മിക്ക വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ സ്മൂത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുക? പല ഫാമിലീസിനും പല സ്ട്രാറ്റജീസ് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ പറയാം. നമ്മൾ വരുന്നത് ഒരു ബിസിനസ് ഫാമിലി നല്ല നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബിസിനസ് ജനറേഷൻ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മളതായിട്ടുള്ള പഠിച്ചിട്ടും ബാക്കിയുള്ള കണ്ടിട്ടാണ് പഠിക്കുന്നത്. കേരളത്തിൽ പല ഫാമിലീസിനും തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ വരെ ഉള്ള ബിസിനസ് ഫാമിലീസ് കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കുറേയും കൂടിയും എന്താ പറയുക നമ്മൾ ചിലതൊക്കെ അവരുടെ അടുത്ത് നമ്മൾ പഠിക്കാറുള്ളത്. പിന്നെ ഓരോ ഫാമിലിക്കും അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൂട്ടി. ഒഫീഷ്യൽ ഇൻട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ റെഗുലറായിട്ട് കൂട്ടി. അതിപ്പോൾ അതായത് ഫാമിലി മെമ്പേഴ്സിനിടയിലാണ്. ഫാമിലി മെമ്പേഴ്സിനിടയിൽ നമ്മളൊരു ബോർഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിൽ ക്ലിയറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫ്രീക്വൻസി കൂട്ടി. ആ ഫ്രീക്വൻസി കൂട്ടിയതാണെന്ന് തോന്നുന്നത് ഏറ്റവും നമ്മൾ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ. ഇപ്പോൾ അതൊരിപ്പം നമ്മളെല്ലാവരും ഓരോരോ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കയറി ഓരോരോ സ്ഥലത്ത് താമസിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2-3 പേര് പുറത്തും ഒരു 3-4 പേര് ഇവിടെയാണ് നമ്മളിങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എഫിഷ്യൻസിയും ഒരു വിഷൻ നമ്മളെ വിഷൻ എങ്ങനെ കോമണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. നമ്മളെല്ലാ വെനസ്ഡേയും 2:30, ഇന്ന് വെനസ്ഡേ ആണല്ലോ, 2:30 ദുബായ് ടൈം, 4 മണിക്ക് ഇന്ത്യൻ ടൈമിൽ നമ്മൾ മീറ്റ് ചെയ്യും എവിടെയാണെങ്കിലും. അതിപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ഇന്ന് കൊച്ചിയിലുണ്ട്, ഒരു ബ്രദറുണ്ട് ഇവിടെ, 2 ബ്രദേഴ്സ് കൊച്ചിയിലുണ്ട്. നമ്മൾ യാത്രയിലാണ്. വീഡിയോ കോൺഫറൻസിങ്ങിൽ ഒരാളിപ്പോൾ കണ്ണൂർ വെനസ്ഡേ 4 മണി ഇന്ത്യൻ ടൈമിൽ നമ്മൾ മീറ്റ് ചെയ്തിരിക്കും. ഇപ്പം വെനസ്ഡേ നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസർവ് ഡേ ഉണ്ട്, സാറ്റർഡേ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പം എല്ലാ ആഴ്ചയും നമ്മൾ ഒരു കമ്പനീനെ പറ്റിയിട്ടും പിന്നെ പ്ലസ് ആ ഒരു വീക്കിൽ നടന്ന ഒരു അപ്ഡേറ്റും ആ മീറ്റിംഗ് നടക്കും. ആ മീറ്റിംഗ് ഏകദേശം ഒരു 2 മണിക്കൂർ പ്ലസോ മൈനസോ പോകും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു സ്ട്രക്ചറിൻ്റെ ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമിലി ചാർട്ടർ ഉണ്ടാക്കി, ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. പിന്നെ ഓരോ ബിസിനസ്സിനും ബോർഡ് റൺ കേപ്പബിലിറ്റീസ് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. കാരണം അതിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ
പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറി കൂടുതൽ ഷാർപ്പൻ ചെയ്ത് പോവാണ്. ഇതിലെല്ലാം ഫാദറും പങ്കെടുക്കുന്നുണ്ടാവും? ഇല്ല, ഫാദറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്. എന്തെങ്കിലും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിൽ വരുമ്പം നമ്മൾ വിളിക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ വാപ്പക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ വാപ്പ ഇൻവോൾവ് അല്ല. ഇന്നിപ്പം സ്മാർട്ട് ബിസിനസ്സിൻ്റെ കാലമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ആ ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പല ചെറുകിടക്കാരായാലും വലിയ ഗ്രൂപ്പുകളാണെങ്കിൽ പോലും ഈ സ്മാർട്ട് ബിസിനസ് അഡോപ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്, അപ്പോൾ ആ എക്സ്പോഷർ ഉണ്ടാവും. കേരളത്തിലുള്ളവർ എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡോപ്ഷൻ എന്നുള്ള സംഭവം അത് അവരവരുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് വരും. ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, പലതും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഈ സ്റ്റാർട്ടപ്പ് ആ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഐ ഫീൽ കേരളത്തിലെ ആൾക്കാർ അത് ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിപ്പോൾ നമുക്ക് പലയിടത്തും കാണാം. അവർ കമ്പനി തുടങ്ങുന്നത് ചിലപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ആ ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് അത്രയും കണ്ട്യൂസീവ് ആയതുകൊണ്ടാണ്. കേരളത്തിൽ അതിപ്പം കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് തുടങ്ങിക്കഴിഞ്ഞു, പലരും തുടങ്ങിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പം ഒരു എന്താ പറയുക യൂണിക്കോണൊക്കെ ആയി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു തുടങ്ങാത്ത പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വേറൊരു എൻ്റെ മനസ്സിലൊരു കാര്യം പറയാം. കേരളത്തിൽ സാധാരണ ഒരു എമിഗ്രൻറ്റ് പോപ്പുലേഷനാണല്ലോ പറയാം. ഇവിടുന്ന് കുറേ ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നു, US പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞു UK ആദ്യം പഠിക്കാൻ പോകുന്നു, പിന്നെ അവിടെ താമസിച്ച് ഇതൊക്കെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഐ തിങ്ക് അത് സ്ലോലി റിവേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ലാർജ് നമ്പർ അല്ലെങ്കിലും ചെറിയ നമ്പറിൽ. എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം, കേരളത്തിൽ ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും നല്ല എക്സ്പോഷേഴ്സ് ഉണ്ട്. ലിവിങ് സ്റ്റൈലും നമുക്കുള്ള ടെക്നോളജി ആണെങ്കിലും നമുക്കുള്ള ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് അത്യാവശ്യം എക്സ്പോഷേഴ്സ് വരാൻ തുടങ്ങി. നമുക്ക് പുറത്ത് പോയി കിട്ടാവുന്ന ഒരു സംഭവം, ആ ഡിഫറൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ടൂറിസം എടുത്താൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എടുത്താൽ തന്നെ, ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ കഴിച്ച ഭക്ഷണവും ഇന്നലെ കോട്ടയം പോയപ്പം കൊക്കോ അവിടെ പോയിട്ട് കഴിച്ച ഭക്ഷണവും പിന്നെ ഇവിടെ പലരോടും സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നുള്ള കുറേ ഇതൊക്കെ വരുമ്പോൾ, ഈ ഫോറിൻ കൺട്രീസ് പോയിട്ട് നമ്മൾ എന്താണ് എക്സ്ട്രാ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയ്ക്ക് സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ വീടും നമ്മൾ ഫ്രണ്ട്സും നമ്മളെ ഫാമിലിയും നമ്മളെ കുടുംബം എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് പോകേണ്ട ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടുണ്ടാവും പോകുന്നൊരു സിനാരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഭയങ്കര എൻ്റർപ്രൈസിങ് ആൾക്കാരാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിൽ നമുക്ക് എന്താ പറയുക വളരെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആൾക്കാരാണ്. അത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, എങ്ങനെ വർക്ക് ചെയ്യാനായിക്കോട്ടെ, എവിടെ താമസിക്കാനായിക്കോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 11th ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും, അതിപ്പോൾ നമ്മളിപ്പോൾ ഏത് ഐലൻഡിലാണെങ്കിലും ആൾക്കാർക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ ആ പ്രൈഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ എല്ലാ പറഞ്ഞ കോമ്പിനേഷൻ വെച്ചിട്ട് അവരിവിടെ തന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നൊരു ഫീലിംഗ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കൂടി ഇനിയിപ്പം കേരളത്തിൽ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുണ്ടല്ലോ, ഇനിയൊരു ബൂം വരാനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് കാണുമ്പോൾ പുറത്തുനിന്ന് വരുന്ന പൈസ ഒക്കെ കുറേ കുറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇനി പൈസ ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഫീലിംഗ് ഇനി ആൾക്കാർക്ക് വന്ന് തുടങ്ങി. അത് ഇനി ആക്ഷനിലായിട്ട് കടക്കുന്നതാണ് എനിക്ക് കിട്ടുന്നൊരു ഇത്. ആൻഡ് ഐ ഫീൽ ഇപ്പോഴത്തെ സ്പെൻഡിങ് നേച്ചർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഈ പുറത്ത് എക്സ്പോഷർ കിട്ടിയവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ ഒരു മാറ്റം കേരളത്തിലുണ്ടാവില്ലേ? ഓഫ്കോഴ്സ്. ആ ഇക്കോണമി എങ്ങനെയായിരിക്കും ബാധിക്കുക? തിരിച്ചു വരുന്ന ആൾക്കാരും കൊണ്ടുവരാൻ പോകുന്നത് ടോട്ടലി ഡിഫറെൻറ്റ് ഒരു എക്സ്പോഷർ ആയിരിക്കും. കാരണം അവർ കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. പിന്നെ പല ടെക്നോളജി ആയിക്കോട്ടെ, കമ്പനി എങ്ങനെ നടത്തുന്നതായിക്കോട്ടെ, പിന്നെ ഫാമിലീസ് എങ്ങനെ നടത്തേണ്ടതെന്നുള്ളത്, അതൊക്കെ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാലൻറ്റിൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് കേരളത്തിലെ എക്കോണമീനെ ഇപ്പം കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ എനിക്ക് അങ്ങനെ വലിയൊരു പേടിയില്ല. ഫ്യൂച്ചർ എനിക്ക് നല്ല ഹോപ്പ്ഫുള്ളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എക്കോണമി വിൽ ബൂം. ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും. അത് നമ്മളുടെ ഒരു എന്താ പറയുക ഇൻഹെറൻറ്റ് സ്ട്രെങ്ത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ടാലൻറ്റിലും സ്കിൽ സെറ്റിലും നമുക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് എക്കോണമീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് ഞാൻ നോക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ല, ഇപ്പോഴത്തെ ഒരു നമ്പേഴ്സ് ഞാൻ നോക്കുന്നില്ല. നോക്കാതെ തന്നെ എനിക്ക് കിട്ടുന്ന ഫീലിംഗ് എന്ന് വെച്ചാൽ റിയലി ഹൈ എന്നാണ്. ഫാദറിൻ്റെ കാര്യം അരനൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ഗൾഫ് രാജ്യങ്ങളിലെയൊക്കെ ബിസിനസ് രംഗത്ത് മാറി മാറി വരുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ട് വളരെ അനുഭവ സമ്പത്തിനുടമയായിരിക്കും അദ്ദേഹം. അതുപോലെ തന്നെ പൊളിറ്റിക്സിലെ രാജ്യസഭ MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ജാബറിനെ നിങ്ങളുടെ ഗ്രൂപ്പിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും? ബേസിക്കലി ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു ഗൈഡിങ് ഫോഴ്സാണ് നമ്മൾ ചെയർമാൻ്റെ നിന്ന് അല്ലെങ്കിൽ വാപ്പാൻ്റെ നിന്ന് എടുക്കുന്നത്. അതിൽ നമ്മൾ ടാഗ് ലൈൻ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് കംസ് ഫസ്റ്റ്, ഫെയർനെസ് കംസ് ഫോർമോസ്റ്റ്. എന്നുവെച്ചാൽ എങ്ങനെ നമ്മൾ മുന്നിലിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഹൗ ഡു വി ബിക്കം ആസ് ഫെയർ ആസ് പോസിബിൾ. അപ്പോൾ അത് ആ ടാഗ് ലൈൻ എടുത്തത് അത് ചെയർമാൻ്റെ അല്ലെങ്കിൽ വാപ്പാൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ട്രേറ്റ് തന്നെയാണ്. എത്രമാത്രം നമുക്കത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഏത് ലോകത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും അതിനൊരു എപ്പോഴും ഒരു പ്ലസും മൈനസും ഉണ്ടാവും. അതിലേക്ക് എങ്ങനെ നമ്മൾ ബെറ്ററായി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ എപ്പോഴും നമ്മളുടെ ആ ഒരു നമ്മുടെ വിഷൻ അതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫാദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. PV അബ്ദുൽ വഹാബ് MP സാമൂഹ്യ സേവന രംഗത്തും വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ്. ഈ ഗ്രൂപ്പിൻ്റെ CSR പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ ഗ്രൂപ്പിൻ്റെ CSR ആക്ടിവിറ്റി നമ്മളിപ്പം ആ ഒരു ഡിഫറൻസിയേഷൻ നമ്മളിപ്പം കൊണ്ടുപോയി. കാരണം കുറേ കാലം വാപ്പയായിരുന്നു ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഫാമിലി സ്ട്രക്ചറിലും ഒരു മേജർ ഫാക്ടറായി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഫാദർ ഇപ്പോൾ ആക്റ്റീവ് ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് അപ്പം ഫാദറിന് വേണ്ട CSR ആക്ടിവിറ്റീസൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മളെ ആനുവൽ മീറ്റിംഗ് നടന്നപ്പോഴും വളരെ സിമ്പിളായിരുന്നു. എനിക്ക് കൂടുതൽ CSR ഫണ്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ പണിയെടുക്കണം എന്നാണ്. അപ്പോൾ ആസ് എ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ തുടങ്ങി ചെയ്തിട്ടുള്ള CSR ആക്ടിവിറ്റി എന്ന് വെച്ചാൽ IIT മദ്രാസിനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ നിലമ്പൂർ, നമ്മളെ ഹോം ടൗൺ ആയിട്ടുള്ള നിലമ്പൂരിൽ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ജൂനിയർ എഞ്ചിനീയറിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 8th സ്റ്റാൻഡേർഡ് മുതൽ നിലമ്പൂരിൽ തന്നെ. അപ്പോൾ അവിടുത്തെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്കൂളുണ്ട്, ബഡ് സ്കൂൾ. അവർക്കും ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡിസൈൻ ചെയ്ത് 3D പ്രിൻറ്റ് ചെയ്ത് ഓരോ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനുള്ള കേസ് സ്റ്റഡി ഉണ്ടാക്കുക. അപ്പോൾ അത് 8th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ചെയ്യുന്ന ഒരു CSR ആക്ടിവിറ്റീസ്. അതാണിപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പം ഫാദറും ചെയർമാൻ ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് അല്ല, അത് വേറെ തന്നെ രീതിയിൽ പോകുന്നുണ്ട്. ഇത് നമ്മളെ ഗ്രൂപ്പായിട്ട് നമ്മളിപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കുറേ കാലം ഇത് ഭയങ്കര എന്താ പറയുക ഫാദർ തന്നെയായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മളൊരു ചെറിയ ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫെയർ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. വേറെ എന്തൊക്കെ ശൈലികളാണ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജാബിറിനായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടാവുക. കുറേ കാലം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ ശൈലികളാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്നുവെച്ചാൽ ദുബായ് ബിസിനസ്സിൽ നിന്ന് പോയിട്ടുണ്ട്, പിന്നെ നാട്ടിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നെ തന്നെ വിളിക്കുന്ന ഒരു 1.5 ജനറേഷനാണ്. സെക്കൻഡ് ജനറേഷൻ ബിസിനസ് അല്ല വിളിക്കുന്നത്. കാരണം വാപ്പാൻ്റെ പ്രസൻസ് ഇല്ല, പക്ഷേ വാപ്പാൻ്റെ ഗൈഡിങ് ഫോഴ്സും പ്രിൻസിപ്പിൾസും പിന്നെ കമ്പനീസ് അസറ്റ്സ് ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ വാപ്പാനിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു എന്ന് വെച്ചാൽ ഏത് ആൾക്കാരായിട്ടും സംസാരിക്കാൻ പറ്റുന്ന കഴിവുണ്ട്. അതിപ്പം ഏത് പവറുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഏത് പവർലെസ്സുള്ള ആളാണെങ്കിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നാക്ക് വാപ്പാനെടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ അഡ്മയർ. അതിനെ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാനങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നത്.
ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാപ്പാനെ ഒരു ഫ്ലൈറ്റിൽ കാണുകയാണെങ്കിൽ അതിപ്പോൾ എക്കോണമി ട്രാവലാണെങ്കിലും ബിസിനസ് ട്രാവലാണെങ്കിലും വാപ്പ ഏകദേശം ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റിൻ്റെ സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാപ്പ നിൽക്കും. വാപ്പ നീട്ടിയിട്ട് തൊട്ടടുത്തുള്ള ആൾ അറിയാത്ത ആളാണെങ്കിൽ അയാളോട് സംസാരിക്കും. അല്ലെങ്കിൽ അറിയുന്ന ആളാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലോ വേറെ ആരാണെങ്കിൽ അവരവിടെ ഇട്ടിട്ട് വാപ്പ നടന്നിട്ട് വേറെ കുറേ ആൾക്കാർ സംസാരിച്ച് അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതിന് കുറേ ഇൻഫർമേഷനും വാപ്പ ഇൻഫർമേഷൻ കൊടുക്കലും വാങ്ങലും അത് ഭയങ്കര ഒരു രസമുള്ള സംഭവമാണ്. അതാണ് അത് ബിസിനസ്സിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ബിസിനസ്സിൽ നമ്മൾ പോകുമ്പോൾ ഏത് ആൾക്കാരുടെ അടുത്തും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. ആ കംഫർട്ടബിലിറ്റി നമുക്കും ഫീൽ ചെയ്യണം, തൊട്ടടുത്തുള്ള ആൾക്കും ഫീൽ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻസ് വരിക. അതാണ് വേറൊരു ക്യാരക്ടർ ചെയർമാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡെയിലി പഠിക്കുന്ന ഒരു കാര്യം. എന്തൊക്കെയാണ് ബ്രിഡ്ജ്വേ ഗ്രൂപ്പിൻ്റെ പുതിയ പദ്ധതികൾ? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോ കമ്പനീൻ്റെ ഗ്രോത്ത് അവരവരുടേതായ രീതിയിൽ പോകുന്നുള്ളതാണ്. ഇപ്പം എവറിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ ചാലഞ്ചസ്. ഇപ്പം ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കമ്പനിയാണ് ഇൻഡസ്ഗോ എന്നാണ്. നിങ്ങൾ കാണുക ഇൻഡസിൻ്റെ അണ്ടറിൽ ഇൻഡസ്ഗോ ഉണ്ട്. അതൊരു ടെക്നോളജി കമ്പനിയാണ്. എന്നുവെച്ചാൽ ടെക്നോളജി വെച്ചിട്ട് നമ്മളുടെ അസറ്റ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്കിപ്പം ട്രെയിനിലിറങ്ങി അല്ലെങ്കിൽ പ്ലെയിനിലിറങ്ങി 2-3 ദിവസത്തേക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ indusgo.in പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബുക്ക്. അപ്പം സീസൺ ആണെങ്കിൽ ബുക്ക് ലിറ്റിൽ ബിറ്റ് ഏർലി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ദെൻ എവിടേക്കും കിട്ടില്ല. അപ്പം അത് സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഊബറിൽ ഡ്രൈവർ ഉണ്ടാവില്ല, ഇത് സെൽഫ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ കാറ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. പിന്നെ തിരിച്ച് നിങ്ങൾക്ക് എവിടെ ഡ്രോപ്പ് ചെയ്താലും അവിടെ വന്നിട്ട് പിക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേരളത്തിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇതുണ്ട്. അപ്പം അങ്ങനത്തെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആക്കി മാറ്റാനാണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ. എല്ലാ കമ്പനീസിനെയും ടെക്നോളജി ഫോക്കസ്ഡ് ആക്കി മാറ്റാനാണ് നമ്മളൊരു 10 year പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 50 years കഴിഞ്ഞപ്പം നമ്മളെ ഏറ്റവും വലിയ വിഷൻ എന്ന് വെച്ചാൽ ഹൗ ഓൾ ദീസ് കമ്പനീസ് ഗ്രൂപ്പ് ലെവൽ എങ്ങനെ 10 കൊല്ലത്തേക്ക് മൂവ് ചെയ്യും. അതിൽ ടെക്നോളജി വിൽ ടേക്ക് എ മേജർ റോൾ. വേറൊരു കാര്യം കൂടി നമ്മൾ പഠിത്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 2-3 years ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ടോപ്പ് ലെവലിലും നമുക്ക് യങ്സ്റ്റേഴ്സിന് വേണം. ഒരു ലെറ്റ്സ് സേ ഒരു 35 ± ആൾക്കാർ നമുക്ക് ടോപ്പ് ലെവലിലും വേണം. കാരണം അവരുടെ എക്സ്പീരിയൻസും അവരുടെ ടെക്നോളജി അഡാപ്ഷനും കമ്പനിക്ക് ടോപ്പ് ലെവലിൽ ആൾക്കാർക്ക് വരെ അതിന് ഒരു ആക്സസ് വേണം. അപ്പോൾ അത് നമ്മളിനി ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനുള്ള പല പ്രോഗ്രാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആൾക്കാരെ ഇൻഡക്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചെറുപ്പക്കാരെ നമ്മൾ മെല്ലെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതായിരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് 10 yearsലേക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ്. ഈ മിക്സിങ് ഓഫ് ഈ എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത് എന്നുള്ളത് അറ്റ് ദ ടോപ്പ് ലെവലും കാണണം എന്നുള്ളതാണ് നമ്മളുടെ വിഷൻ. അതായത് നമ്മളുടെ HR ഡിവിഷനിൽ കൂടുതൽ ഹയറിംഗ് ഓപ്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലവിൽ എത്രത്തോളം ജീവനക്കാരാണ് നമുക്കുള്ളത്? നമുക്ക് ഏകദേശം 10,000 പേരുണ്ട് ഡിഫറെൻറ്റ് കമ്പനീസിലായിട്ട്. അപ്പോൾ ഈ ടോപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിങ്ങനെ പിരമിഡ് മാതിരിയാണല്ലോ, അതിങ്ങനെ വളരെ ഇതിലേക്ക് വരിക. അപ്പോൾ ആ ലെവൽ ഓഫ് ആൾക്കാർ, ഒരു നമ്പർ ഓഫ് ആൾക്കാർ കുറവാണെങ്കിലും പക്ഷെ നമ്മൾ നോക്കുന്നത് ഹൈലി ടാലൻറ്റഡ് ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് കുറവാണെങ്കിലും ഹൈലി ടാലൻറ്റഡ് ആൾക്കാരായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിലേക്ക് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനും നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളൊക്കെ പല ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ട് നമുക്ക് വിൽ ബി എലിവേറ്റിംഗ് ദം ടു ഹയർ ലെവൽസ്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ടെക്നോളജി ഭാവിയിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തെ ആണെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു മുന്നേറ്റത്തിന് ഇനിയുള്ള കാലത്ത് എത്രത്തോളം സഹായിക്കും ടെക്നോളജി? അത് 100%. അതിലേക്ക് നമ്മൾ ടെക്നോളജി ഇല്ലാതെ നമ്മളിനി മുന്നോട്ട് പോകില്ല. അതെന്താണെങ്കിലും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അടുത്ത് എല്ലാവരോടും ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ സെക്രട്ടറിമാർ നമ്മളുടെ ഷെഡ്യൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് കലണ്ടർ വന്നു, നമുക്ക് തന്നെ നോക്കാം കലണ്ടർ. ആരുടെയും ഒരു ഡയറിയിലോ ബുക്കിലോ ആവശ്യമില്ല. ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം നമ്മളെ ബ്രദേഴ്സ് തമ്മിൽ നമ്മൾ കണ്ടുപിടിച്ച് ഡോള ഒരു AI ഒരു ഇതുണ്ട്. അത് ബേസിക്കലി നമ്മൾ വാട്സാപ്പിലേക്ക് നമ്മൾ ഒരു ചാറ്റാണ്. ആ വാട്സാപ്പ് ചാറ്റിലേക്ക് നമ്മളിപ്പോൾ ഒരു
ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ ഒരു ഇൻവിറ്റേഷൻ വരികയാണ്, ഒരു കല്യാണ കത്ത് വരികയാണ്. ആ ഇമേജ് നമ്മൾ ഡോളർ ചാറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡോളർ ചാറ്റ് നമ്മളുടെ ഗൂഗിൾ കലണ്ടറിലേക്ക് പോയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും. അപ്പോൾ എൻ്റെ സെക്രട്ടറിക്ക് ആ ഒരു തലവേദന തന്നെയാണ്. കാരണം എനിക്കൊരു കല്യാണ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെക്രട്ടറിക്ക് കൊടുക്കും വാട്സാപ്പ് വഴി. ഇപ്പം വാട്സാപ്പാണല്ലോ, വാട്സാപ്പ് വഴി സെക്രട്ടറിക്ക് സമയം ഉണ്ടാകുമ്പോൾ, കാരണം അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റിയുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ പ്രയോറിറ്റി വെച്ചിട്ട് ഇത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ സമയത്തിന് വേറെ ആർക്കെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാഷായി. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ചാറ്റിലേക്കാണ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഓൾറെഡി ഷെഡ്യൂൾഡ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഗൂഗിൾ കലണ്ടറിൽ ആ കല്യാണത്തിന് ഓൾറെഡി ടൈം ബ്ലോക്ക്ഡാണ്. കല്യാണം എന്ന് പറയാൻ കാരണം നമ്മളെല്ലാവർക്കും ഉള്ളൊരു കല്യാണങ്ങളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് മീറ്റിംഗ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ചാറ്റ് ചെയ്യണം, ഒരു ബിസിനസ് കൊലീഗിനായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ചാറ്റ്സ് മാത്രം കോപ്പി ചെയ്തിട്ട് ഫ്രം XYZ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡോളർ ചാറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെഡ്യൂൾ ചെയ്യും. ദാറ്റ് ഡിസൈഡഡ് എ മീറ്റിംഗ് ഓൺ ദിസ് ഡേറ്റ്, ഓൺ ദിസ് ഡേറ്റ്. വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിൽ അതിന് ലിങ്ക് ഉണ്ട്, ഇതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെക്നോളജിയിൽ ഏറ്റവും നമ്മൾ നോക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അടുത്ത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, നമ്മളൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബീങ് ഒരു ഡേറ്റ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ ആ ഡേറ്റ എങ്ങനെ കൂടുതൽ റിഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മളുടെ കഴിവ്. അതിന് വേണ്ട ടെക്നോളജീസ് ഓൾറെഡി ലോകത്തുണ്ട്. അത് നമ്മളുടെ ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കമ്പനീസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പം ടെക്നോളജി 100%. അതിന് ടെക്നോളജീൻ്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പം റോബോട്ടിക്സ് ഇസ് ഓൾറെഡി ടേക്കിംഗ് ഓവർ. ഇപ്പം ഞാൻ തന്നെ നോക്കുന്നത് വെച്ചാൽ ചില കമ്പനീസിൽ എങ്ങനെ റോബോട്ടിക്സ് നമ്മളെ ചില ഫങ്ഷൻസ് ടേക്ക് ഓവർ ചെയ്യുന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനിയിൽ ഒരു റോബോട്ടിക് ആം വെച്ചിട്ട് നമ്മളെ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന കമ്പനി പറയുന്നില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഫിഷ്യൻസി ഹൈലി കൂടും. നമ്മളെ ലേബർ കുറയുന്നില്ല, കാരണം ലേബർ കുറയുന്നില്ല കാരണം ഇത് ഓപ്പറേറ്റ് മറ്റേ മെഷീൻ ഓപ്പറേറ്റിങ്ങിന് ലേബർ വേണം, ലേബർ വേണം. ഈ മെഷീന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ പെർട്ടിക്കുലർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ കോസ്റ്റ് കുറയും. പിന്നെ ആ മെഷീന് എത്ര മണി വർക്ക് ചെയ്യാമല്ലോ, 24 hours വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഒരാൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റ് ചെയ്യുന്ന ആൾ വേണം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വേറൊരു കാര്യം നമ്മളിപ്പം മെക്കനൈസ് ചെയ്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ടീ പ്ലാന്റേഷൻസ് ഉണ്ട് നമുക്ക്. ആ ടീ പ്ലാന്റേഷൻസിൽ നമ്മളിപ്പോൾ ടീ പ്ലക്ക് ചെയ്യുന്നത് ഇപ്പോൾ മെഷീനുണ്ടാകും. ആൻഡ് ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 5 times ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ പ്ലക്കിങ്. അപ്പോൾ അത് ചെയ്യുന്നത് ഹ്യൂമൻസ് തന്നെയാണ്, എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്ക് നമ്മൾ അവരോട് സംസാരിച്ചാൽ നിങ്ങളിപ്പം ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു മോർ ഏരിയാസ്, അതാണ് നമ്മൾ അവരോട് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈസിയർ ഫോർ അസ് ഓൾസോ. കാരണം നമ്മൾ റവന്യൂ കൂടുമ്പോൾ നമുക്ക് അവർക്ക് ഇൻസെൻറ്റീവ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ടെക്നോളജി, റോബോട്ടിക്സ്, മെക്കനൈസേഷനാണ് നമ്മളുടെ ഫ്യൂച്ചർ കാണുന്നത്. അപ്പോൾ അതിന് നമുക്ക് യങ്സ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. അവർ വന്നാലേ ഈ ഐഡിയാസ് വരുള്ളൂ, അവർ വന്നാലേ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് വരുള്ളൂ. കാരണം അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കമ്പനിയിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിൽ നിങ്ങൾ 8 പേരാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ജനറേഷനുള്ളത് അവരാരൊക്കെയാണ്? 3 ബ്രദേഴ്സ് ഉണ്ട്. എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ വേറെ കസിൻസ് ഉണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോരോ ബിസിനസ്സായിട്ട് ഇപ്പം തിരിച്ചിട്ട് പറയും ദിസ് ഇസ് യുവർ ബിസിനസ് ഫോർ യുവർ ഡേ ടു ഡേ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ബ്രദർ ജാവേദ് ദുബായിലുണ്ട്. അവൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പം ഹീസ് ബീൻ ഓൾമോസ്റ്റ് 15 years ഇൻ ദാറ്റ് ഫീൽഡ് നൗ. പിന്നെ വേറൊരു ബ്രദറുണ്ട് അജ്മൽ, ആണ് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ബ്രിഡ്ജ്വേ മോട്ടോഴ്സ്, മെർസിഡീസ് ബെൻസും. പിന്നെ നമ്മളെ എസ്റ്റേറ്റ്സ് നമ്മൾ എങ്ങനെ നമുക്ക് എസ്റ്റേറ്റ്സിനെ നമുക്ക് എങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ നോക്കുന്നതാണ്. ടീ പ്ലാന്റേഷൻ, കോഫി, കാർഡമം, ഇപ്പോൾ പെപ്പർ തുടങ്ങി. അപ്പം മെക്കനൈസ്ഡ് ഇത് തുടങ്ങി അവിടെ. അപ്പോൾ അവിടെ ഒരു ക്ലിയറായിട്ട് നമുക്കിപ്പം ചേഞ്ചസ് വരുത്താൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ
അപ്പം ഹീസ് ലുക്കിംഗ് ആഫ്റ്റർ ദാറ്റ്. അവിടെ ഇപ്പോൾ നമ്മൾ സോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്ക് പാക്കിംഗ് കോൺസെപ്റ്റും തുടങ്ങി. എന്ന് വെച്ചാൽ നല്ലൊരു ക്ലീൻ കോൺസെപ്റ്റാണ് സോസ്റ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മളവിടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് ബെഡ് സ്പേസസും റൂം സ്പേസസ് ആക്കി മാറ്റിയിട്ട് ഇറ്റ്സ് ഡൂയിങ് എക്സ്ട്രീംലി ഗുഡ്. അപ്പോൾ അതായത് അത് ടൂറിസം ബേസ്ഡ് ആയിട്ട് ടൂറിസം ബേസ് ആക്കിയിട്ട് എവിടെയാണിത്? ഇത് വയനാട്ടിൽ നമ്മൾ വിശദമായിട്ട് പറയുമോ? വയനാട്ടിൽ നമ്മളിപ്പോൾ പ്ലാന്റേഷൻ രംഗത്താണുള്ളത്. പ്ലാന്റേഷൻ രംഗത്ത് നമ്മൾ എന്തൊക്കെ പുതുമകളാണ് വരുത്തുന്നത്? നമ്മൾ പ്ലാന്റേഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2-3 രീതിയിലാണ് നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് കിട്ടിയൊരു തോട്ട് പ്രോസസ്സ്. അതിലൊന്ന് ഈ മെക്കനൈസേഷൻ ഓഫ് ടീ പ്ലക്കിംഗ്. വേറൊന്ന് ടൂറിസത്തിൽ ഹൗ ഡു വി ബ്രിങ് ഇൻ ഒരു അഫോർഡബിൾ ടൂറിസം ഇൻ ടു അവർ പ്ലാന്റേഷൻസ് എന്നായിരുന്നു. അപ്പോൾ അഫോർഡബിൾ ടൂറിസം വരുമ്പം വി ടൈഡ് അപ്പ് വിത്ത് സോസ്റ്റലായിട്ട് ടൈപ്പ് ചെയ്തപ്പം വളരെ ക്ലീൻ കോൺസെപ്റ്റാണ്. ബാക്ക് പാക്കേഴ്സ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ എസ്റ്റേറ്റിൽ വന്നിട്ട് ചിലപ്പം ആഴ്ചയോളം നിൽക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വർക്ക് ഫ്രം ഹോം കോൺസെപ്റ്റ് മാതിരി അവർ രാവിലെ വർക്ക് ചെയ്യും, ഉച്ചയ്ക്ക് ബ്രേക്ക് എടുത്ത് വൈകുന്നേരം വർക്ക് ചെയ്യും. അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് എസ്റ്റേറ്റിൽ കൂടെ കറങ്ങി, ഒന്ന് വെള്ളച്ചാട്ടത്തിൽ പോയി ഒന്ന് കുളിച്ച്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി. അവിടെ സൈക്ലിംഗ് ഓപ്ഷൻസ് ഉണ്ട്, മൗണ്ടൻ ബൈക്കിംഗ് ഉണ്ട്. മൗണ്ടൻ ബൈക്ക് ചെയ്ത് റെസ്റ്റ്, പിന്നെ ഈവനിങ് വർക്ക് ചെയ്ത് അതിനുശേഷം രാത്രി റിലാക്സ് ചെയ്ത് കുറേ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും, അവിടുന്ന് മീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, അവരടുത്ത് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. സോ അവരങ്ങനെ ഒരു ആഴ്ച അല്ലെങ്കിൽ ചിലപ്പം ഏറ്റവും കൂടുതൽ പോയത് എനിക്കൊന്ന് 4 മാസത്തെ 4 മാസം അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ പുതിയ വയനാട്ടിൽ ചേമ്പ്ര പീക്ക് ഉണ്ട്. ചേമ്പ്ര പീക്കിൽ സറൗണ്ടിങ് ആയിട്ടുള്ള എസ്റ്റേറ്റാണ് നമ്മുടെ എസ്റ്റേറ്റ്. അപ്പോൾ അതിൽ തന്നെ ഹോസ്റ്റൽ വയനാട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അതിനടുത്ത് വേറൊരു എസ്റ്റേറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഏകദേശം 1000 ഏക്കേഴ്സിൽ എസ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം നമ്മൾ വെറും ടീയും മറ്റേ കോഫിയും വെച്ച് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അപ്പം ഈ ഒരു ബേസിക് പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇൻ ഡെപ്ത് അഗ്രികൾച്ചറിലേക്ക് കിടക്കണം. അപ്പോൾ അത് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ലെറ്റ്സ് ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിച്ച് ഇസ് എന്താ പറയുക നമ്മളുടെ റവന്യൂ കൂട്ടാൻ പറ്റുന്ന കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളിനി പല അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളിനി അവിടുത്തെ എക്സിസ്റ്റിംഗ് ക്രോപ്സിനും പിന്നെ പുതിയ ക്രോപ്സിനും നമ്മൾ തുടങ്ങേണ്ടി വരും. അതാണ് ഇപ്പോൾ അവിടുത്തെ പ്ലാൻ. അജ്മലിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, ഇനിയിപ്പോൾ അഫ്തൽ ഇവിടെ ഇൻഡസ് ഗോ അവൻ്റെ കോൺസെപ്റ്റാണ്. അവന് ഇൻഡസിന് അണ്ടറിൽ ഇൻഡസ് ഗോ എന്നൊരു കോൺസെപ്റ്റ് വിച്ച് ഇസ് സെൽഫ് ഡ്രൈവിംഗ് റെൻ്റ് കാർ തുടങ്ങി. പിന്നെ അതുകൂടാതെ സെൻറ്റർ സ്ക്വയർ മാളും അഫ്തലിൻ്റെ അണ്ടറിലാണ്. അങ്ങനെ പിന്നെ ഓരോ കമ്പനീസും ഓരോരുത്തരുടെ ഇതിലുണ്ട്. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനീസും ഞാൻ ഇപ്പോൾ പറയാത്ത കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഏത് CEOs ഉണ്ടാവും അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യലും മാനേജ് ചെയ്യലുമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ റീറ്റെയിൽ രംഗത്ത് ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ക്യു-കൊമേഴ്സ്, ഇ-കൊമേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മളുടെ മാളിൽ നിന്നുള്ള ആ കൺസെപ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പം അതിൽ ഡിഫറൻസ് ഓഫ് ഇതുണ്ടാവും. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ബിസിനസ് പോവുക. അപ്പോൾ ആ ഡിഫറൻസ് ഓഫ് ബിസിനസ്സിലേക്ക് പോകുമ്പം നമുക്ക് അഡാപ്റ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം നമ്മൾ മോളിലാണെങ്കിൽ ഇപ്പം എനിക്കൊരു ഒരു ചാർജറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പം ചാർജർ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബ്രദർ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ട് 10 മിനിറ്റ് കൊണ്ട് സാധനം എത്തി. രാവിലെ 7:30. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ടാണ് ഇപ്പം മറ്റേ ഇ-കൊമേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മോൾ കോൺസെപ്റ്റിന് അതിന് ഒരു വേറെ തന്നെ സ്പേസ് മോൾ കോൺസെപ്റ്റിൽ ഉണ്ടാവും. അത് ഇങ്ങനത്തെ ഈ ക്വിക്ക് ഷോപ്പിങ്ങിനോ വേണ്ടിയിട്ട് മറ്റേ മനസ്സിലല്ല. എപ്പോഴും ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇമോഷണലി അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ആൾക്കാർക്ക് പുറത്ത് പോകേണ്ടി. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഹൗ ഡു വി ക്രിയേറ്റ് എൻ എൻവയൺമെൻറ്റ് ഫോർ ദം ടു റിലാക്സ്? അതായിരിക്കും മോള്. ആ മോളിൽ ഉണ്ടാവുന്ന ഷോപ്പിംഗ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി വിൻഡോ ഷോപ്പിംഗ് ആയിക്കോട്ടെ തന്നെ. കാരണം ആൾക്കാർക്ക് ഇപ്പം നെറ്റിൽ ഇത്ര ഒരു റിയൽ എസ്റ്റേറ്റ് സ്പേസല്ലേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ഫോൺ എന്ന് പറയുന്നത് ഫോൾഡബിൾ ഫോണാണ്.
അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. പക്ഷേ ഇതിനപ്പുറം ഒരാൾക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. ആ സ്പേസിലല്ലാതെ നമ്മൾ മോളിലേക്ക് പോകുമ്പോൾ ഇത്രയും വലിയ 500,000 സ്ക്വയർ ഫീറ്റ് ഓഫ് സ്പേസ് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻ ഈ ഫോണിനും നെറ്റിനും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ ചേഞ്ചസിലോട്ട് വരുമ്പം കമ്പനീസ് വിൽ ഓൾസോ ഗെറ്റ് എന്താ പറയുക, അങ്ങനെ ആയിരിക്കണം നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അത് ഓട്ടോമാറ്റിക്കലി ഇവോൾവ് ചെയ്ത് വരുമ്പം ആ ഫിസിക്കൽ സ്പേസിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളതായിരിക്കും നമ്മളുടെ അഡാപ്റ്റബിലിറ്റി. റീറ്റെയിൽ രംഗത്ത് പുതിയ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ? ഇല്ല, നമുക്കിപ്പം ആസ് ഓഫ് നൗ നമ്മൾ ഒരു പ്രോജക്റ്റ് റീറ്റെയിൽ സ്പേസിലല്ല, പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ സ്പേസിലുണ്ട്. അത് ഇപ്പോൾ പറയാനായിട്ടില്ല. പക്ഷേ റീറ്റെയിൽ സ്പേസിൽ ഒന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ പുതിയ പ്ലാനുകളും പുതിയ ആശയങ്ങളും ഒക്കെ നല്ല നിലയിലേക്ക് എത്തട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.